ഹലോ ഫ്രണ്ട്സ്, അപ്പം അങ്ങനെ 2 ആഴ്ചത്തെ അവധിക്ക് ശേഷം നമ്മുടെ ചെക്കൻ ഇന്ന് സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ പുതിയ ബാഗൊക്കെ വാങ്ങിച്ചതിൻ്റെ സന്തോഷത്തിൽ പുതിയ ബാഗൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തോ തറയിൽ വീണപ്പോൾ അവന് ഒരുമാതിരി ഇറിറ്റേഷൻ വന്നുകൊണ്ട് ചെവി പൊത്തിയതാണ്. അവന് വലിയ സൗണ്ടൊന്നും അവന് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവൻ്റെ പുതിയ ബാഗൊക്കെ ഇട്ടിട്ട് അവനിന്ന് സ്കൂളിലോട്ട് പോവുകയാണ്. അതിനോടൊപ്പം ഞങ്ങൾ ആശുപത്രിയിലോട്ടും പോവുകയാണ്. നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഇതുവരെ ഒരു കുറവുമില്ല. പിന്നെ കഴിക്കുന്ന ഫുഡ് മൊത്തം വൊമിറ്റ് ചെയ്ത് പോവുകയാണ്. ആളിനെന്തോ പ്രശ്നം എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ കൊണ്ടുവന്ന് നമ്മൾ നല്ലൊരു ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചു. ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേനും അപ്പോൾ ഒന്നെങ്കിൽ അത് ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ ആൾ ഗ്യാസ് കയറുമ്പോൾ ഒന്നെങ്കിൽ ഫുഡ് ഇങ്ങനെ വൊമിറ്റ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും മാസ്ക് ഒക്കെ വെച്ചേക്കുന്നു. ഒന്നാമത് നമുക്കിപ്പോൾ ഇവിടെ ഡെങ്കിപ്പനി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ പനിയും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് വായുവിലൂടെ ആണെങ്കിൽ പോലും നമുക്ക് കിട്ടരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനോടൊത്ത് ഇച്ചായന് പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്ന് നമുക്ക് പല്ല് കാണിച്ചതിൻ്റെ എക്സ്റേ എടുക്കണമായിരുന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് അവിടെ കൊണ്ടുവന്ന് കാണിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ്. വരുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് വരും എന്ന് പറഞ്ഞ കണക്കാണ് ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എൻ്റെ റിസൾട്ടെല്ലാം വാങ്ങിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനി പല്ലിന് റൂട്ട് കനാലൊക്കെ പറഞ്ഞിരിക്കുക. റൂട്ട് കനാൽ ഇവിടെ ചെയ്യണമെങ്കിൽ ഇനിയിപ്പം 1.5 വർഷം കാത്തിരിക്കേണ്ടി വരും. അതുവരെ കാത്തിരിക്കാനൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയി ചെയ്യുന്നെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മുനിസിപ്പാലിറ്റി കയറി ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരാളെ കാണുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേനും ഒരു പരുവായി. പിന്നെ ചായ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് കുഞ്ഞപ്പോഴത്തേനും ഉറങ്ങി. അത് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ടങ്ങ് പോയത്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ.